ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി എവർ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു 10 ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു കുട്ടി ഹോൾ വീഡിയോ ആണ്. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന പ്രോഡക്ട്സ് ഒക്കെ തന്നെ ആയിരിക്കാം. ചിലപ്പം നിങ്ങൾ പലരും വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സുകളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ വാങ്ങാത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാനായിട്ട് നോക്കി വെച്ചിട്ടുള്ളവർക്കാണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെയല്ല. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റാണ്. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഇത്. വന്നിട്ട് ഫയർബോൾട്ടിൻ്റെ ഹെഡ്സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒത്തിരി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആലോചിച്ചിട്ട് ഞാൻ വാങ്ങിയതല്ല. അപ്പോൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്ന് ആലോചിച്ചിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണിത്. എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ വേറൊരു ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പം ഞാനിത് വന്നിട്ട് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്, അതായത് നമ്മളല്ലാതെ ചില ടൈമിൽ നമുക്ക് ഇപ്പം അതിന് ചാർജ് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ വാങ്ങുന്ന ടൈമിലുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് കേട്ടോ, ഞാനിവിടെ എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും. ഞാൻ വാങ്ങിയ ടൈമിൽ ഓർഡറിൻ്റെ ഇതിൽ പോയിട്ട് ഞാൻ ഇതിന് എത്ര റേറ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും. നിങ്ങളോട് പറയാൻ പറ്റില്ല, നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൽ തന്നെ ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കൊടുക്കാട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വന്നിട്ട് ഞാൻ വാങ്ങിയ ടൈമിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 949 ആയിരുന്നു. 949 ആയിരുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ആ ടൈമിൽ ഞാനൊരു ഓഫർ ടൈമിലാണ് ഇത് എടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആ ടൈമിൽ, ആ ഒരു സെയിലിൻ്റെ ടൈമിലെങ്ങോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഓർമ്മ എനിക്ക് കറക്റ്റ് അറിയില്ല, ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനിത് വാങ്ങിയിട്ട് ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ടാവും ഇത് ഞാൻ വാങ്ങിയിട്ട്. 1.5-2 വർഷം എന്തായാലും ആയിട്ടുണ്ടാകും ഞാൻ വാങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഇതുവരെ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു ഇത്. ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതാ നിങ്ങൾക്ക് കാണാം, ഇത് വർക്കിംഗ് ആണ്, ഇപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ചാർജിങ് ലൈഫൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് എനിക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. 2 ഡേ ഒക്കെ എനിക്ക് നിൽക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് 2 ഡേയ്സൊക്കെ എനിക്ക് നിൽക്കുന്നുണ്ട്. 2 ഡേയ്സിന് മേളിൽ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ കണ്ടിന്യൂസ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ്, കോളും പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിന് മേളിൽ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും 2 ദിവസം നിൽക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഭയങ്കര, അതായത് മറ്റ് ഹെഡ്സെറ്റുകളെ വെച്ച് നോക്കുമ്പം എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നിയ ഒന്നാണ്. ആ ഒരു റേറ്റിന് എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ആ ഓഫർ ടൈമിൽ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഓൺലൈൻ നോക്കിയ സമയത്ത് 1299 എന്തോ ആയിരുന്നു. ഇപ്പം കറൻ്റ്ലി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിനും, ഇപ്പം നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കിട്ടുന്ന ലിങ്ക് എല്ലാം തന്നെ ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് തോന്നുവാണ്, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണ്, വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് വന്നിട്ട് ചെക്ക് ചെയ്യാൻ നോക്കിയാൽ മതിട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ബ്ലൂ കളർ തന്നെയാണ് വാങ്ങിയത്. എനിക്ക് കറക്റ്റ് ബ്ലൂ തന്നെയാണ് കിട്ടിയത്. പ്രത്യേകിച്ച് ഇതിൽ പറയാനായിട്ട് എനിക്ക് നെഗറ്റീവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് വാങ്ങുന്ന ടൈമിൽ നിങ്ങൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടാണോ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുക്കുക. അപ്പോൾ കൊടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഇതിനുണ്ടോ, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചാർജ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളുക. ഇല്ലയെന്നുണ്ടെങ്കിൽ റിട്ടേൺ വിടുക. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എന്താണെന്നറിയത്തില്ല, കുറച്ച് നേരമായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ചൊറിച്ചിലുണ്ട്, എന്താണെന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ അലർജി കാര്യങ്ങൾ വരുന്നതാണ്. അപ്പം അതിൻ്റെയാണോ എന്ന് അറിയത്തില്ല. കുറച്ച് ടൈം ആയി, പക്ഷെ നോക്കിയിട്ടൊന്നും തന്നെ കാണുന്നില്ല എവിടെയെങ്കിലും. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴേക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ താഴത്ത് എന്തൊക്കെയാണെന്നുള്ള ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോകും. ഇതിൻ്റെ പേരും കാര്യങ്ങളും ഏത് ബ്രാൻഡിൻ്റെയാണെന്നൊക്കെയുള്ളത് ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ.
പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു റണ്ണിങ് ഷൂസായിരുന്നു. അപ്പോൾ ആ ഷൂസ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. 2.5 വർഷത്തിന് മേളിലായെന്ന് തോന്നുന്നു കേട്ടോ. യൂസ് ചെയ്യുന്ന ഷൂ ആണ്. ആ ഷൂ ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഷൂ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. എൻ്റെ ഫോട്ടോസ് വന്നിട്ട് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയ ടൈമിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 604 ആയിരുന്നു. 604 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് വെച്ച്. ആ ടൈമിൽ ഞാൻ വാങ്ങിയ ടൈമിൽ അതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 604 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് കൂടി 855 എന്തോ ആയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഓഫർ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു ആ 855 എന്നിട്ട് ഈ ഒരു റേറ്റിലോട്ടൊക്കെ ഇത് പല ഓഫർ ടൈമിലായിട്ട് വന്നിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഷൂ ആണ് കേട്ടോ. ഞാൻ 2.5 വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷത്തിന് മേളിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷൂ ആണ്. നല്ല സൂപ്പർ ഷൂ ആണ്. അത് അടിപൊളിയാണ്, കാണാനായിട്ട് നല്ല ലുക്കാണ്. ഒരു ആഷ് കളറും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇത് വന്നിട്ടുള്ള ആ ഷെയ്ഡ്സിലുള്ള ഒരു ഷൂ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അടിപൊളി ഷൂ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുത്ത് വാങ്ങിക്കുക. പിന്നെ അത്രേ ഉള്ളൂ അതിൽ. പിന്നെ പ്രത്യേകിച്ച് അതിൽ പറയാനായിട്ട് എല്ലാം കറക്റ്റ്. നമ്മൾ ഓർഡർ കൊടുത്തതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു 3-4 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പിന്നെ കറക്റ്റ് കളറാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ പ്രത്യേകിച്ച് നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. ഓൾറെഡി അതിന് നല്ല റേറ്റിംഗ് ഉള്ളൊരു ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അത്. കാര്യം ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ തന്നെ 4.2 എന്തായാലും 4ന് മേളിലുണ്ടായിരുന്നു അതിൻ്റെ റേറ്റിംഗ് വേണ്ടിയിട്ട്. 4.2 അല്ലെങ്കിൽ 4ന് മേളിൽ എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ റേറ്റിംഗ് വേണ്ടിയിട്ട്. എന്തായാലും 4ന് മേളിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഒരു ഷൂ ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഷൂ വാങ്ങിക്കാം. നല്ല അടിപൊളിയാണ്, നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ഇടാനായിട്ട് നടക്കാനും ഒക്കെ ആയിട്ട് നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറിയിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു മൗസാണ് കേട്ടോ. ഒരു മൗസ്. ഇത് ഞാൻ ഫസ്റ്റ് ഇതാണ് ആ മൗസ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഓൺലൈൻ ടെക് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ഒരു ചേട്ടന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മൗസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലൈറ്റ് വെക്കാത്ത കേട്ടോ. നമ്മൾ ഒരു കേബിളാണ്, മീൻസ് വയേർഡാണ്, കേബിൾ വയേർഡാണ്. അപ്പോൾ ഇത് നമ്മൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തതിന് ശേഷം വന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് വെക്കത്ത് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കൂടുതൽ ഗെയിമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു മൗസാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. എന്നുവെച്ചാൽ ഒരു കളർഫുൾ ഇരിക്കട്ടെ എന്നുള്ള ഇതിൽ ഞാൻ വാങ്ങിയതാണ്. ഇപ്പം ഞാൻ പക്ഷേ വയർലെസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഇതിപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇത് വർക്കിംഗ് ആണ്. ഇത് യാതൊരുവിധ കംപ്ലയിൻസോ കാര്യങ്ങളോ ഇന്നേ വരെ വന്നിട്ടില്ല. അടിപൊളിയാണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് നല്ല അടിപൊളിയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല, സൂപ്പറാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഐറ്റം വന്നിട്ട്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഗെയിം കളിക്കുന്നവർക്കും ഗെയിം കളിക്കാത്തവർക്കും എന്നെപ്പോലുള്ള ഗെയിം കളിക്കാത്തവർക്കും വാങ്ങിക്കാം. ഞാൻ ലാപ്ടോപ്പിൽ ഗെയിം കളിക്കാറില്ല. പക്ഷേ ഞാനത് വാങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങി നോക്കാമല്ലോ എന്ന് ഓർത്ത് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ എന്നെപ്പോലുള്ള വട്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇപ്പോൾ കറൻറ്റ്ലി ഉള്ള റേറ്റ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 599 എന്തോ ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇപ്പോൾ എത്രയാണ് റേറ്റ് എന്നറിയില്ല. അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം കേട്ടോ. എൻ്റെ ഫോട്ടോ വന്നിട്ട് താഴെ വന്നിട്ട് ലിങ്കും കൊടുത്തേക്കാം. അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗായിരുന്നു കേട്ടോ. ആ ബാഗ് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാഗ് വന്നിട്ട് അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് പറയുന്നത്. ആ ബാഗിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം. നിങ്ങൾ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട. ഞാൻ ജസ്റ്റ് ഒരു ടൈം കണ്ടപ്പം വിഷ് ലിസ്റ്റിലേക്ക് ഇട്ട് വെച്ചതാണ്. എന്നിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാനത് വന്നിട്ട് ഞാൻ റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഞാനതപ്പം തന്നെ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബാഗിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു റേറ്റിംഗ് കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അതിന് 3.5 മേളിൽ എന്തോ ഉണ്ട്. പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. ഓപ്പണായിട്ട് പറയാൻ കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് വന്നിട്ടൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ.
ഇതാണ് ആ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ വന്നിട്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്ത കളർ വന്നിട്ട് ഇതല്ലായിരുന്നു. ഇത് വന്നിട്ടുള്ള ഇപ്പോൾ റെഡിലാണ്. ഞാൻ ഓർഡർ ചെയ്ത കളർ വന്നിട്ട് ബ്ലാക്ക് ആണ്. പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ വാങ്ങിയിട്ട് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനിത് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ വാങ്ങിയതാണ്. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിലേക്ക് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ റൂമിൽ ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ ഞാൻ ബോറടിക്കുന്ന ടൈമിൽ പാട്ടൊക്കെ വെക്കാം, കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ സെൽഫ് കുക്കായിരുന്നു. അപ്പോൾ ആ ടൈമിൽ വന്നിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് കേൾക്കാം. പിന്നെ എന്താ, നമ്മൾ ഈ ലാപ്ടോപ്പിൽ ഞാൻ കൂടുതലും ഈ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത പടങ്ങൾ വന്നിട്ട് ഞാൻ ലാപ്ടോപ്പിൽ ആണ് കാണുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൽ കാണുന്ന ടൈമിൽ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും കേൾക്കാനൊക്കെ. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിതുപോലൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഓൾറെഡി ഉള്ളത് എടുത്തിട്ട് പോകാൻ പറ്റില്ല, അത് കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ ഞാൻ ഇത് ഹോസ്റ്റലിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സ്പീക്കറാണ്. ആ ടൈമിൽ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തിന് മേളിലായിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് താഴെയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പ്രാവശ്യം താഴെയൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അതോ ബ്ലൂടൂത്തിന് നല്ലതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ഇതിന് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇന്നലെ കൂടി വർക്ക് ചെയ്തേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതിനൊരു കുഴപ്പം തന്നെ ഇല്ല. ഒരു കളർ വ്യത്യാസം മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രോഡക്റ്റാണ്, നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ത്ത് കൊടുത്തേക്കാം. പിന്നെന്താണ് ഇതിൻ്റെ റേറ്റ് ഞാൻ വന്നിട്ട് ആ ടൈമിൽ വാങ്ങിയ ടൈമിൽ ഇതിന് 519 ആയിരുന്നു. 519 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആ ടൈമിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എന്തോ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത ടൈമിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു 419 429 എന്തോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടേക്ക് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം, ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ മറ്റു രീതിക്ക് പറയാനൊന്നും അറിയത്തില്ല, ബാസ് കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. പക്ഷെ അടിപൊളിയാണ്. ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും ഒരു പടം കാണാനാണെങ്കിലും ഒക്കെ സൂപ്പർ പ്രൊഡക്റ്റാണ്, അടിപൊളി ഐറ്റമാണ്. അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കളറ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റിംഗ് വന്നിട്ടും എനിക്ക് തോന്നുന്നു 4.5 സംതിങ് എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അർക്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് ഒരു 500 താഴെ അല്ലെങ്കിൽ 500 റേഞ്ചിൽ വന്നിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് വോളിയം കാര്യങ്ങളും ഉള്ളൊരു സ്പീക്കർ കൂടിയാണ് കേട്ടോ ഇതും. അപ്പം അടിപൊളിയാണിത്. അപ്പോൾ ഇതാണ്. പിന്നെ അടുത്ത് വന്നിട്ട് ഒരു വൈറ്റ് ക്രാഫ്റ്റിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. അപ്പം ഈ ബാഗ് ഇതാണ് ആ ബാഗ് എന്ന് പറയുന്നത്. ഇതാണ് ആ ബാഗ്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് ആ ബാഗ് വന്നിട്ട്. ഇതും കുറേ നാളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതും വർഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിന് മേലെങ്കിലും ആയിട്ടുണ്ട് ഈ ബാഗ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അടിപൊളിയാണ് കേട്ടോ, ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു എമൗണ്ടിൽ വന്നിട്ട് സൂപ്പർ ബാഗാണ്. ഇതിപ്പോൾ വന്നിട്ട് ഈ ബാഗ് യൂസ് ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ്. ഞാൻ അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് ഇപ്പോൾ ഈ ബാഗ് യൂസ് ചെയ്യുന്നത്. ആളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ആളുടെ ബാഗ് വന്നിട്ട്, അച്ഛൻ്റെ ബാഗ് വന്നിട്ട് ഇതായിട്ട് പോയിട്ടുണ്ട്, അതായത് മോശമായിട്ട് പോയിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗ് വന്ന്. അപ്പം ഈ ബാഗാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഈ ബാഗിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, സൂപ്പർ ബാഗാണ്, അടിപൊളിയാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സിബിൻ്റെ ഇത് വന്നിട്ട് അകത്തേക്കാക്കിയിട്ടാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതിങ്ങനെ ആയിരിക്കും. അപ്പം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിബും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു അടിപൊളി ബാഗാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. സ്റ്റുഡൻസിനാണെങ്കിലും ശരി, ആർക്കായാലും, ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ആർക്കായാലും വാങ്ങിക്കാം. ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബാഗാണ്. കളറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത കളർ, വേറെ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത് ഇതായിരുന്നു. എനിക്ക് അടിപൊളിയായിരുന്നു, സൂപ്പർ ബാഗാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയ ടൈമിൽ വന്നിട്ട് 449 ആയിരുന്നു തോന്നുന്നു. 449 രൂപയായിരുന്നു തോന്നുന്നു. ഇപ്പം വന്നിട്ട് ഇപ്പം അതിൻ്റെ ഓഫർ ടൈമിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഓഫർ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഓർമ്മയില്ല. ഇപ്പം ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയ ടൈമിൽ വന്നിട്ട് റേറ്റ് കുറച്ച് ഒരുപാടൊന്നുമില്ല, പക്ഷെ ആ റേറ്റിന് ഇത് ഓക്കെയാണ്, ഭയങ്കര അടിപൊളിയാണ്. 579 എന്തോ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫോട്ടോ കൊടുക്കാം.
അത്ര എന്തോ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്, ഒരു 100 രൂപയോളം എന്തോ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി അടിപൊളിയാണ്. കാര്യം ഇത് ഒരു ടൈമിൽ ഞാൻ നോക്കിയ ടൈമിൽ ഈ ബാഗ് വന്നിട്ട് 800 മേളിൽ ഉണ്ട്. 800 മേളിൽ എങ്ങാണ്ടും ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ടൈമിൽ അത്ര എന്തോ സംതിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കസിന് വേണ്ടിയിട്ട് നോക്കിയ ടൈമിൽ. അപ്പം അതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആ ബാഗ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ബാഗ് വാങ്ങാനൊക്കെ നിങ്ങൾ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്യാൻ നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കോ, അടിപൊളിയാണ്. അപ്പോൾ പിന്നെ വന്നിട്ട് ഞാനൊരു ഇതാ ഒരു കാണുന്നുണ്ടോ, ഒരു പെൻഡ്രൈവ് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഈ പെൻഡ്രൈവ് വന്നിട്ട് ഒരു 2 വർഷത്തോളം, 2 അല്ല 3 വർഷത്തിന് മേളിലായെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലൊന്നും. ഒരു 3 വർഷത്തിന് മേളിലായിട്ടുണ്ടാകും ഞാനിത് വാങ്ങിയിട്ട്. അപ്പം വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിവ്യൂ ചെയ്യണമെന്ന്, അതായത് ഒത്തിരി നാൾ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെ റിവ്യൂ ചെയ്യണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാര്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അറിയത്തില്ല. ഇപ്പം ഞാൻ വാങ്ങിയിട്ട് 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇല്ലാന്നുണ്ടെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ തന്നെ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എത്രത്തോളം അടിപൊളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ അത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് ഫോണിലും യൂസ് ചെയ്യാം. ഫോണിൽ ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ പോയിന്റിൽ വന്നിട്ട് കുത്തിയിട്ട് ഇത് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിങ്ങനൊരു സ്ലൈഡാണ്. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ റേറ്റും ഇത് എത്ര GB ആണെന്ന് ചോദിച്ചാൽ ഇത് വന്നിട്ട് 32 GB ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയ ടൈമിൽ 729 ആയിരുന്നു, 729 രൂപയായിരുന്നു. പക്ഷേ ഇപ്പം വന്നിട്ട് 749 രൂപയാണ് കാണുന്നത്. എന്നാലും കുഴപ്പമില്ല, വലിയ വ്യത്യാസം ഒരു വലിയ ഡിഫറൻസ് എന്ന് പറയാനില്ല. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ റേറ്റിനാണെങ്കിലും വാങ്ങിക്കാൻ അടിപൊളിയാണ്, യൂസ്ഫുൾ ആയിട്ടുള്ളതാണിത്. അപ്പോൾ ആർക്കെങ്കിലും ഫോണിലൊക്കെ സ്റ്റോറേജൊക്കെ കൂടുതലായിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. ഫോണിലും യൂസ് ചെയ്യാം, ലാപ്ടോപ്പിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് മാറ്റിയത് നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് സേവ് ചെയ്ത് വെക്കേണ്ടതൊക്കെ ഇതിൽ നമുക്ക് സേവ് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റുമേ. കാക്കയുടെ സൗണ്ട് വരുന്നുണ്ടാവും ചിലപ്പം. കാര്യം കുറച്ച് നേരമായിട്ട് ഇവിടെ ഒരു കാക്ക കിടന്ന് കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ് അതിൻ്റെ. ഞാൻ അതിനെ എത്ര ഓടിച്ചിട്ട് അത് പോകുന്നില്ല. അപ്പം വീഡിയോയിൽ സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തേക്കാം. പിന്നെ വന്നിട്ടൊരു സ്ലിംഗ് ബാഗാണ്. ഇതാണ് ബാഗ്. അടിപൊളിയാണ് കേട്ടോ. നല്ല കളറും കാര്യങ്ങളാണ്. ഞാൻ കൊടുത്തിരുന്ന കളർ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. ഇതാണ് ഐറ്റം വന്നിട്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതിന് വന്നിട്ട് ഒരുപാട് റോയും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തന്നിട്ട് കുറേ ആയിട്ടോ. അകത്തൊരു ജസ്റ്റ് ഒരു സിബ് പോലത്തെ റോഡിയുണ്ട്, ചെറിയ നമുക്ക് ചില്ലറ പൈസ കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിതുണ്ട്. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇത് ഇങ്ങനെ മാത്രമല്ല, ഇതിന് നടുക്ക് വന്നിട്ട് വേറൊരു ഇതിൻ്റെ കറക്റ്റ് ഫോട്ടോ വന്നിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്ത് വിടാം. സെൻറ്ററിലൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാനതൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതൊക്കെ പറിച്ചു കളഞ്ഞു. ബസ്സിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ കൈ ചുമ്മാ ഇരിക്കത്തില്ല. ഒത്തിരി ട്രാവൽ ചെയ്തൊക്കെ വരുന്ന സമയത്ത് ബോറടിക്കുന്ന ടൈമിൽ ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുത്ത് ഇരുന്ന് കഴിയുമ്പം അത് ഒടിഞ്ഞൊക്കെ എവിടെയോ പോയിട്ടുണ്ട്. ഞാൻ ഇളക്കി കളഞ്ഞതാണെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ഓർമ്മയില്ല ഇതെപ്പോൾ പോയതാണെന്ന്. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്യാൻ തന്നിട്ട് കുറേ നാളായി. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ഇതെൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് സൂപ്പർ ബാഗാണ്. അപ്പോൾ ഇതിന് അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയ സമയത്ത് 250 രൂപ എന്തോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇപ്പം 2 ദിവസം മുന്നേ ഞാൻ ചെക്ക് ചെയ്ത ടൈമിൽ വന്നിട്ട് 190 രൂപ എന്തോ ഇതിന് ഇപ്പോൾ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് 4ന് മേളിൽ എന്തോ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാനും ഇതിന് 4.5 അല്ല 4 ആണോ 5 ആണോ ഞാനും ഇതിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കോളൂ കേട്ടോ. ഇത് അടിപൊളി ബാഗാണ്, ഗേൾസിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. സൂപ്പറാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇത് MI ബാൻഡിൻ്റെ അല്ല കേട്ടോ. ഇത് ഞാൻ MI സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. MI ബാൻഡ് വന്നിട്ട് അതല്ല, ഇതിൻ്റെ സ്ട്രാപ്പ് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സ്ട്രാപ്പ് വന്നിട്ട് ഞാൻ കോംബോ ഓഫറിൽ വന്നിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. 2 എണ്ണം ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇങ്ങനത്തെ ഉരുട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണിത് വരുന്നത്. 2 സ്ട്രാപ്പാണ് വരുന്നത്. അപ്പം 2 എണ്ണം ഉണ്ടായിരുന്നു. കോംബോ ആയിരുന്നു, കോംബോ ഓഫറിൽ എടുത്തതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട്
ഒത്തിരി റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 180 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിയ ടൈമിൽ. ഇതിപ്പോൾ വാങ്ങിയിട്ട് അധികം ആയില്ല കേട്ടോ, ഒരു 4 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ 180 രൂപയായിരുന്നു. അപ്പം ഇപ്പം വന്നിട്ട് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം 160 169 സംതിങ്ങിനെങ്ങോ ഈ ഒരു ഇത് കിട്ടും. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം, അടിപൊളിയാണ്. അപ്പോൾ ഒന്നിത് ഓക്കെ. പിന്നെ വന്നിട്ട് പിന്നെ വന്നിട്ടൊരു ഹുഡിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ഇപ്പം അതെൻ്റെ കയ്യിലില്ല, ഞാൻ എൻ്റെ ഒരു കസിന് കൊടുത്തു. അപ്പം എൻ്റെ കയ്യിലില്ല. കാര്യം എനിക്ക് കുറച്ച് ടൈറ്റായി. എനിക്ക് വണ്ണം ഉണ്ടായിരുന്ന ഒരാളല്ല കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം, എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ളൊക്കെ വീഡിയോ ഞാൻ പുറകെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇപ്പം ഈ കാണുന്ന വണ്ണമൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കൊച്ചിന് എന്താ ഫുഡൊന്നും ആരും കൊടുക്കത്തില്ലേ എന്നൊക്കെയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നവർക്കറിയാം എന്തൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നതെന്നുള്ളതും. ഫുഡൊന്നും കൊടുക്കത്തില്ലേ, പുറത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നീ കൊച്ചിന് ഇങ്ങനെ ഇരിക്കണേ, എന്താ വണ്ണം ഇല്ലാത്ത, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, എന്താ തുമ്മിയെ തെറിച്ച് പോകുമല്ലോ, പിന്നെന്താ കാറ്റടിച്ചാൽ പറന്നു പോകുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മടുത്തിട്ട് ഫൈനലി ഞാൻ ഒരു ചാർട്ടൊക്കെ റെഡിയാക്കിയിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ, ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ റെഗുലർ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിക്കുന്ന ആളായിരുന്നു. ചില ഫുഡുകളും കാര്യങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരു ഡയറ്റ് ചാർട്ട് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ പതുക്കെ ഇത് ചെയ്ത് തുടങ്ങി, അപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞാൻ കഴിച്ചു. എന്താ കഴിച്ചാലും വണ്ണം വെക്കത്തില്ലായിരുന്നു, അത് വേറെ കാര്യം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈമിൽ എൻ്റെ അമ്മ കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വണ്ണം ഇച്ചിരി വെപ്പിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അപ്പോഴും ഒന്നും നടന്നിട്ടില്ലായിരുന്നു. പിന്നീട് അമ്മയും ഞാനും ഒക്കെ കൂടി പരിശ്രമിച്ചിട്ടാണ്, ആ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ വണ്ണം വെച്ചത്. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ വണ്ണം വെക്കാൻ ഇരുന്ന കുറേ ആൾക്കാർ ആ ടൈമിൽ വണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് വണ്ണം വെച്ചത്, എന്ത് ചെയ്തിട്ടാണ്, എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ്, ഏത് രീതിക്കൊക്കെ ഫോളോ ചെയ്തിട്ടാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.